വെൽക്കം ടു മൈ ചാനൽ. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ട്രയൽസ് ആൻഡ് ട്രംപ്സ് എന്ന ആദ്യ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് എഴുതിയ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമറസ് വിങ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. യൂണിറ്റ് ടൈറ്റിൽ ട്രയൽസ് ആൻഡ് ട്രംപ്സ് അതിനോട് ചേർത്തുകൊണ്ട് തന്നെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. It is only with the heart that one can see rightly. What is essential is invisible to the eye. The Little Prince. The quote from the French writer Antoine de Saint-Exupéry's The Little Prince emphasized the importance of understanding the perception beyond physical sight. It suggests that the essential qualities of people and objects are often invisible to the eye, but felt and understood through the heart. It is only with the heart that one can see rightly. ഹൃദയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ശരിയായി കാണാൻ കഴിയൂ. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദി ഐ. അത്യാവശ്യമായത് കണ്ണിന് അദൃശ്യമാണ്. ഫ്രഞ്ച് എഴുത്തുകാരനായ ആന്റോൺ ഡി സെന്റ് എക്സ്പെറിയുടെ ദി ലിറ്റിൽ പ്രിൻസ് എന്ന കൃതിയിൽ നിന്നുള്ള ഉദ്ധരണി ഭൗതിക കാഴ്ചയ്ക്ക് അപ്പുറം മനസ്സിലാക്കലിൻ്റെയും ധാരണയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ആളുകളുടെയും വസ്തുക്കളുടെയും ആവശ്യ ഗുണങ്ങൾ പലപ്പോഴും കണ്ണിന് അദൃശ്യമാണെന്നും എന്നാൽ ഹൃദയത്തിലൂടെ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. There is no sun without shadow. It is essential to know the night. ആൽബർട്ട് കാമു. നിഴലില്ലാതെ സൂര്യനില്ല, രാത്രി അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ആൽബർട്ട് കാമു എന്ന റൈറ്ററുടെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? ഈ സന്ദർഭത്തിൽ സൂര്യനും നിഴലും എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ സൂര്യനും നിഴലും അർത്ഥമാക്കുന്നത് സൺ ആൻഡ് ഷാഡോ മീൻസ് ജോയ് ആൻഡ് സോറോസ്, ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ്. സൂര്യനും നിഴലും സന്തോഷവും ദുഃഖവും നല്ല സമയവും മോശ സമയവും എന്നാണ് അർത്ഥമാക്കുന്നത്. വാട്ട് ഡസ് നൈറ്റ് റെപ്രസെൻറ്റ്? രാത്രി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? നൈറ്റ് റെപ്രസെൻറ്റ്സ് ഡിഫിക്കൽട്ടീസ് ഓർ ഹാർഡ് ടൈംസ്. രാത്രി ബുദ്ധിമുട്ടുകളെയോ പ്രയാസകരമായ സമയങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? നല്ല സമയങ്ങളും മോശ സമയങ്ങളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു? Good times and bad times are related to each other like day and night, ups and downs. നല്ല കാലങ്ങളും മോശ സമയങ്ങളും പകലും രാത്രിയും ഉയർച്ച താഴ്ചകളുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് 2-3 വരികളുണ്ട്. നമ്മുടെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമറസ് വിങ്സിലെ മുമ്പ് ഒരു ചെറിയൊരു ആമുഖമാണത്. Kindness and empathy are essential qualities in our world. ദയയും സഹാനുഭൂതിയും നമ്മുടെ ലോകത്ത് അത്യാവശ്യ ഗുണങ്ങളാണ്. These spread light and hope even in the darkest time. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. ഇരുണ്ട സമയങ്ങളിൽ പോലും ഇവ വെളിച്ചവും പ്രത്യാശയും പകരുന്നു. വ്യത്യസ്തരായി കാണപ്പെടുന്നവരെ, പ്രത്യേകിച്ച് സഹായത്തിന് ആരുമില്ലാത്തവരും ദുർബലരുമായവരെ ഒറ്റപ്പെടുത്താൻ നമ്മുടെ സമൂഹം പ്രവണത കാണിക്കുന്നു. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈഫ്സ്. കാരുണ്യത്തിൻ്റെ ചെറിയ പ്രവൃത്തികൾ പോലും പല ജീവിതങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്ന് നാം എപ്പോഴും തിരിച്ചറിയണമെന്നില്ല. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമറസ് വിങ്സ്, ഗബ്രിയൽ ഗാർസിയ മാർക്വേസ്. ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് എഴുതിയ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമറസ് വിങ്സ്. അതായത് വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പാഠഭാഗത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഓഥറിൻ്റെ പ്രൊഫൈൽ നോക്കാം. ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്.
He was one of the greatest writers of the 20th century. ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആയിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. He got the Nobel Prize in 1982. 1982-ൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. His notable works are Love in the Time of Cholera, No One Writes to the Colonel, 100 Years of the Solitude. Love in the Time of Cholera, No One Writes to the Colonel, 100 Years of the Solitude എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ. He is one of the best known Latin American writers of our time. നമ്മുടെ കാലത്തെ ഏറ്റവും അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. Magical realism is the one of the unique narrative style of the last century. കഴിഞ്ഞ നൂറ്റാണ്ടിലെ സവിശേഷമായ ആഖ്യാന ശൈലികളിൽ ഒന്നാണ് മാജിക്കൽ റിയലിസം. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angela Carver contributed to this genre. Gabriel Garcia Marquez, സൽമാൻ റുഷ്ദി, ആഞ്ചല കോവർ തുടങ്ങിയ നിരവധി എഴുത്തുകാർ ഈ വിഭാഗത്തിന് സംഭാവന നൽകി. This genre depicts the real world with the undercurrent of magic or fantasy. Like fairy tales, works of the magical realism blurs the lines between fantasy and reality. ഈ മാജിക്കൽ റിയലിസം എന്ന വിഭാഗം യഥാർത്ഥ ലോകത്തെ മാന്ത്രികതയോടെയോ ഫാൻറ്റസിയോടെയോ ഒരു അന്തർധാരയോടെ ചിത്രീകരിക്കുന്നു. ഫെയറി ടെയിൽസുകളെ പോലെ മാജിക്കൽ റിയലിസത്തിൻ്റെ കൃതികളും ഫാൻറ്റസിക്കും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള രേഖ മങ്ങിക്കുന്നു. The light was weak, even at noon. When Pelayo was coming to the house, it was hard for him to see what was moving, groaning at the back of the courtyard. നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പെലായോ, വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പെലായോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉച്ച ടൈമായിരുന്നു. വരുന്ന സമയത്ത് പോലും ഉച്ചയ്ക്ക് പോലും വെളിച്ചം വളരെ കുറവായിരുന്നു. ആ വെളിച്ചം കുറവായിരുന്നുകൊണ്ട് മുറ്റത്തിൻ്റെ പിൻഭാഗത്ത് എന്തോ ഒന്ന് ചലിക്കുന്നതും ഞെരുങ്ങുന്നതായിട്ട് അയാൾക്ക് കാണാൻ ഇത്തിരി പ്രയാസമുണ്ട്. എന്താണ് ചലിക്കുന്നതെന്നും ഞെരുങ്ങുന്നതെന്നും കാണാൻ പ്രയാസമുണ്ടായിരുന്നു. He went close. It was an old man laying face down in the mud. The man was trying to get up, but he could not, as he was impeded by the huge wings. ആൾ എന്താണെന്ന് അറിയാൻ വേണ്ടി, പെലായോ എന്താണ് ആ ഞെരുങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് പോയി നോക്കി. ചെളിയിൽ മുഖം താഴ്ത്തി കിടക്കുന്ന ഒരു വൃദ്ധനായിരുന്നു അത് എന്നാൾ കണ്ടു. ആ മനുഷ്യൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ വലിയ ചിറകുകൾ തടസ്സപ്പെട്ടിരുന്നതിനാൽ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. Pelayo was afraid. He went to get help from his wife Elisenda. She was putting pads on their sick child. പെലായോ വളരെയധികം ഭയപ്പെട്ടു. അയാൾ ഭാര്യ എലിസണ്ടയെ വിളിക്കാൻ പോയി സഹായത്തിനായിട്ട്. എലിസണ്ട ആ സമയത്ത് എലിസണ്ട എന്തായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുണ്ട്? അവരെ രോഗിയായിരുന്ന കുട്ടിയുടെ ദേഹത്ത് കംപ്രസർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നനഞ്ഞ ഒരു തുണികൾ നനച്ച് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. Pelayo took her near the courtyard and they looked at the man. He was dressed like a rag picker. He was black except for a little hair here and here. He had very few teeth. He looked like a drenched great-grandfather. His huge wings were dirty and half-pucked and were entangled in the mud. ഈ പാരഗ്രാഫിൽ നമ്മുടെ ഓൾഡ് മാൻ എങ്ങനെയുള്ള ആളുടെ ലുക്ക് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. പെലായോ വൈഫിനെയും കൊണ്ട് മുറ്റത്തിന് സമീപത്തേക്ക് കൊണ്ടുപോയി. അവർ രണ്ടുപേരും ആ മനുഷ്യനെ കുറച്ച് നേരം നോക്കി നിന്നു. ആളുടെ ലുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കണ്ട പഴയ തുണികൾ വാങ്ങി വിൽക്കുന്ന ഒരാളെ പോലെയാണ് ആൾ വസ്ത്രം ധരിച്ചിരുന്നത്. അതായത് ഒരു റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ പഴയ തുണികൾ വാങ്ങി വിൽക്കുന്ന ആളെ പറയുന്നതാണ് റാക്ക് പിക്കർ എന്ന് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ അല്പം മുടി ഒഴികെ അയാൾ കഷണ്ടിയായിരുന്നു ആ ഓൾഡ് മാൻ. അയാൾക്ക് വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തശ്ശനെ പോലെയാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നിയിരുന്നത്. അയാളുടെ വലിയ ചിറകുകൾ വൃത്തികെട്ടതും
തൂവലുകൾ പകുതി പറിച്ചെടുത്തതുമായിരുന്നു. അത് ചെളിയുടെ നടുവിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അത്. They looked at him long and closely. Soon they overcome their surprise. They started to speak with him. He spoke in a dialect incomprehensible to them. He had a sailor's voice. They thought he was a castaway from the foreign ship wrecked by the storm. Soon they called a neighbor, a woman, who said, "He must have been coming for the child. He is so old that the rain knocked him down." അവർ രണ്ടുപേരും ആ ഓൾഡ് മാനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ അവൻ്റെ ഒരു പേടി മാറി. അവർക്കൊരു അത്ഭുതം പേടിയൊക്കെ മാറിയിട്ട് അയാളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ അയാൾ സംസാരിച്ചു. അയാൾക്ക് ഒരു നാവികൻ്റെ ശബ്ദമാണ്. നാവികൻ്റെ ശബ്ദം പറഞ്ഞാൽ ഒരു റഫായിട്ടുള്ള ഒരു സൗണ്ടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കൊടുങ്കാറ്റിൽ തകർന്ന ഒരു വിദേശ കപ്പൽ, ഒരു ഫോറിൻ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണെന്ന് അവർ കരുതി. താമസിക്കാതെ ഒരു അയൽപ്പക്കക്കാരി അയാൾ ഒരു മാലാഖയാണെന്ന് കണ്ടെത്തി അവരോട് പറഞ്ഞു. അവൻ കുട്ടിയെ തേടി വന്നതായിരിക്കാം, കനത്ത മഴ അവനെ വീഴ്ത്തിയതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. On the following day, everyone knew a flesh and blood angel was held prisoner in Pelayo's house. Pelayo watched him from the kitchen, armed with his club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. After some time, the child woke up. Now he had no fever and he wanted to eat. Pelayo and Elisenda were happy. They put the angel on the raft with fresh water and food for 3 days and left him to the fate on the sea. അതായത് പിറ്റേന്ന് പെലായുടെ വീട്ടിൽ മാംസരക്തങ്ങളുള്ള ഒരു മാലാഖ, അതായത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാംസങ്ങളും ബ്ലഡും ഉള്ളത്, മാംസവും മജ്ജയുള്ള ഒരു ഏഞ്ചൽ, ഒരു മാലാഖ തടവിലാണെന്ന് എല്ലാവരും അറിഞ്ഞു. പെലായോ അന്നത്തെ ദിവസം, ഈ ഏഞ്ചൽ വന്ന ദിവസം അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ട് തൻ്റെ ഒരു വടിയായിട്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾഡ് മാനെ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അയാൾ അവനെ ചെളിയിൽ നിന്ന് വലിച്ചെടുത്ത് കോഴിക്കൂട്ടിലെ കോഴികളുടെ ഒപ്പം പൂട്ടിയിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പെലായുടെ കുട്ടി ഉണർന്നു രോഗത്തിൽ നിന്നും. ഇപ്പോൾ അവന് പനിയില്ല, കുട്ടിക്ക് പനിയൊക്കെ മാറി, ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പെലായും എലിസൻ്റെക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവർ വിചാരിച്ചു മാലാഖയ്ക്കുള്ള 3 ദിവസത്തേക്കുള്ള ശുദ്ധജലവും ഭക്ഷണവും കൊടുത്ത് ഒരു ചങ്ങാടത്തെ കയറ്റി കടലിലേക്ക് അവൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു അവരങ്ങനെ. But when they went into the courtyard the following morning, they saw the whole neighborhood in the front of the chicken coop. The people were having fun with the angel. They were giving him things to eat. It was as if he was not an angel but a circus animal. എന്നാൽ പിറ്റേന്ന് രാവിലെ അവർ മുറ്റത്തേക്ക് ചെന്നപ്പോൾ കോഴിക്കൂട്ടിന് മുന്നിൽ പരിസരത്തെ മുഴുവൻ ജനങ്ങളും അവർ കണ്ടു. ആ പരിസരത്തുള്ള എല്ലാ ജനങ്ങളും അവരുടെ വീടുമുറ്റത്ത് കോഴിക്കൂട്ടിന് മുമ്പിൽ വന്ന് നിൽക്കുമായിരുന്നു. ആളുകൾ മാലാഖയെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവർ അവന് കഴിക്കാൻ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. അവനൊരു മാലാഖയല്ല, ഒരു സർക്കസ് മൃഗം എന്ന രീതിയിലാണ് അവർ ആ വൃദ്ധനോട് പെരുമാറിയത്. The news of the angel spread with the great speed. Soon the courtyard became like a marketplace. The couple who had to call troops to send away the mob. മാലാഖയെക്കുറിച്ചുള്ള വാർത്ത വളരെ വേഗത്തിൽ അവിടെയെല്ലാം പരന്നു. താമസിയാതെ മുറ്റം ഒരു ചന്തസ്ഥലം പോലെ, അതായത് ഒരു മാർക്കറ്റ് പോലെയായി മാറിയത്. ജനക്കൂട്ടത്തെ പറഞ്ഞറിയിക്കാൻ നമ്മുടെ കപ്പിൾസിന്, ദമ്പതികൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. They decided to fence the yard. They would charge 5 cents for admission to see the angel. People came even from far away places. Invalids came to looking for health. Pelayo and Elisenda were happy. In less than a week, their rooms were filled with money. The visitors were still coming.
മുറ്റം മുഴുവൻ ഇവർ ഈ ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മുറ്റം വേലി കെട്ടി തിരിക്കാൻ അവർ തീരുമാനിച്ചു. മാലാഖയെ കാണാൻ പ്രവേശനത്തിന് അവർ 5 സെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ രൂപയുടെ ഒരു ഇതാണ്, അവരുടെ ക്യാഷിൻ്റെ ഇതാണ് സെൻറ്റ് എന്ന് പറയുന്നത്. ആ 5 സെൻറ്റ് അവർ കാശ് ഈടാക്കുകയും ചെയ്തു. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി. ആരോഗ്യം തേടി വികലാംഗരും എത്തി. അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മാലാഖനെ കാണാൻ വേണ്ടി വന്നു. പെലായോയും എലിസണ്ടയും സന്തുഷ്ടരായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, അതായത് ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ അവരുടെ മുറികൾ പണം കൊണ്ട് നിറഞ്ഞു. സന്ദർശകർ എന്നിട്ടും വന്നുകൊണ്ടിരുന്നു. The angel spent his time making himself comfortable in his nest. They tried to give him different food, but he liked only eggplant mush. His only supernatural virtue was patience. The hens pecked at him, looking for parasite in his wings. Some cripples pulled out his feather to touch their limbs with. Some even threw stone at him. He thought they all were trying to make him stand. മാലാഖ തൻ്റെ കൂട്ടിൽ സുഖമായിരുന്ന് സമയം ചെലവഴിച്ചു. അവർ അവന് വ്യത്യസ്ത ഭക്ഷണങ്ങൾ നൽകാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം വഴുതന കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എഗ് പ്ലാന്റ് മഷ്, വഴുതന കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പോറിഡേജ് പോലത്തെ ഒരു കഞ്ഞി പോലത്തെ ഒരു ഫുഡ് മാത്രമാണ്, ആ ഒരു ഭക്ഷണം മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവൻ്റെ ഒരു അമാനുഷിക ഗുണം, സൂപ്പർനാച്ചുറൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ മാത്രമായിരുന്നു. അവൻ്റെ ചിറകുകളിലെ കീടങ്ങളെ തിരഞ്ഞുകൊണ്ട് കോഴികൾ അവനെ കുത്തി. ചില വികലാംഗർ അവൻ്റെ തൂവലുകൾ പുറത്തെടുത്ത് അവരുടെ കൈകാലുകളിൽ തൊടാൻ വേണ്ടി ശ്രമിച്ചു. ചിലർ അവൻ്റെ നേരെ കല്ലെറിഞ്ഞു. അവയെല്ലാം അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അയാൾ കരുതി. Soon a traveling show came to town. The main attraction was a woman who had been changed into spider by burst of the thunder and lightning. The admission fee to see her was less than the fee to see the angel, so people flocked to see her. They were also allowed to ask her questions about her condition. താമസിയാതെ തന്നെ ഒരു ഷോ പട്ടണത്തിലെത്തി. ഇടിമിന്നലിൽ ചിലന്തിയായി മാറിയ ഒരു സ്ത്രീയായിരുന്നു അതിലെ പ്രധാന ആകർഷണം. അവളെ കാണാനുള്ള പ്രവേശന ഫീസ് മാലാഖയെ കാണാനുള്ള ഫീസിനേക്കാൾ കുറവായിരുന്നു. അതിനാൽ ആളുകൾ അവളെ കാണാൻ ഒഴുകിയെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ ആൾക്കാർ. അവളുടെ അവസ്ഥയെക്കുറിച്ച് അവളോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. With the money they got, Pelayo and Elisenda built a 2-story mansion with balconies and gardens. It also had high netting so that crabs would not enter during the winter, and iron bars on the windows so that angels would not get in. Pelayo also set up a rabbit warren. He gave up his job as bailiff. Elisenda bought some satin shoes with high heels and many dresses of fine silk. The chicken coop got no attention. The dung heap stench from the coop was making the new house into old one. അവർക്ക് ലഭിച്ച പണം ഉപയോഗിച്ച് പെലായോ എലിസൻ്റെയും ബാൽക്കണികളും പൂന്തോട്ടമുള്ള ഒരു 2 നില കെട്ടിടം തന്നെ, ഒരു വീട് തന്നെ പണിതു. ശൈത്യകാലത്ത് ഞണ്ടുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, തണുപ്പ് കാലത്ത് ഞണ്ടുകൾ പ്രവേശിക്കാതിരിക്കാൻ ഉയർന്ന വല, അതായത് നെറ്റ് അടിച്ചു അവർ. പിന്നെ മാലാഖമാർ അകത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ജനലുകളിൽ ഇരുമ്പ് കമ്പികളും ഉണ്ടായിരുന്നു. പെലായോ ഒരു മുയൽ ബോറോകളും ഉണ്ടാക്കി. ബൈലിഫായുള്ള തൻ്റെ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. എലിസണ്ട ഹൈ ഹീൽസ് ഉള്ള സാറ്റിൻ ഷൂസും ധാരാളം നല്ല സിൽക്ക് വസ്ത്രങ്ങളും വാങ്ങി. കോഴിക്കോട് മാത്രം ആരും ശ്രദ്ധിച്ചില്ല. കോഴിക്കോടിൽ നിന്നുള്ള കാഷ്ടത്തിൻ്റെ ദുർഗന്ധം പുതിയ വീടിനെ പഴയ വീടാക്കി മാറ്റുകയായിരുന്നു. ബൈലീഫ് എന്ന് പറഞ്ഞ ഒരു കോർട്ട് ഓഫീസറാണ്, ഒരു കോടതി ജീവനക്കാരനാണ്. When the child was able to walk, they made sure he did not go near the coop. Soon they got used to the smell. Before the child got his second tooth, he had gone into coop to play. As the wires were falling apart, they both came down with the chicken pox at the same time. The doctor who attended the child wanted to listen to the heart of the angel. There was much whistling in his heart and many sounds in his kidneys. He was surprised at the wings on the man. He did not know why others had no wings.
പെലായുടെയും എലിസണ്ടയുടെയും കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആ കുട്ടീനെ കൂടിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പതുക്കെ പതുക്കെ അവർ ആ രൂക്ഷഗന്ധമായി പൊരുത്തപ്പെട്ടു പോയി. കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് വയറുകൾ പൊട്ടിപ്പോയതിനാൽ ആ കുട്ടി കൂട്ടിനുള്ളിൽ കളിക്കാൻ പോയിരുന്നു. രണ്ടുപേർക്കും ഒരേ സമയം തന്നെ ചിക്കൻ ബോക്സ് വരികയും ചെയ്തു. ആ ടൈമിൽ കുട്ടിയെ പരിചരിച്ച് ഡോക്ടർ മാലാഖയുടെ ഹൃദയമെടുപ്പ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അവൻ്റെ ഹൃദയത്തിൽ ധാരാളം വിസിലുകളും വൃക്കകളിൽ നിരവധി ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. ആ മാലാഖ മനുഷ്യനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ചിറകുകൾ ഡോക്ടറെ അത്ഭുതപ്പെടുത്തി. മറ്റുള്ളവർക്ക് ചിറകുകൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. When the child began to go to school, the sun and rain caused the coop to collapse. The angel went dragging himself here and there like a dying man. It looked as if he was in so many places at the same time. He could not hardly eat. His eyes were very foggy and he bumped into posters. Pelayo threw a blanket on him and let him sleep in the shed. Then they found he had fever at night. They were alarmed. They thought he was going to die, but he survived. When the sunny days came, he improved. He remained motionless for the several days in a corner of the courtyard. At the beginning of the December, some large stiff feathers began to grow on his wings. They looked like the feathers of the scarecrow. പെലായുടെയും എലിസൻ്റെയും കുട്ടി സ്കൂളിൽ പോകാൻ പ്രായമായി തുടങ്ങിയപ്പോഴത്തേക്കും വെയിലും മഴയും കാരണം മാലാഖ ഇരുന്ന് കൂട് തകർന്നുപോയി. മാലാഖ മരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതും ഇതും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളിലാണ് കാണുന്നതെന്ന് വരെ തോന്നുന്ന തരത്തിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാൻ തുടങ്ങി. അവന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. മാലാഖയുടെ കണ്ണുകൾ മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയ പോലെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അവൻ തൂണുകളിൽ ചെന്ന് ഇടിച്ചുകൊണ്ടിരുന്നു. പെലായോ അവൻ്റെ മേൽ ഒരു പുതപ്പിട്ടു ഷെഡിൽ ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ രാത്രിയിൽ അവന് പനി ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അവർ പരിഭ്രാന്തരായി. അവൻ മരിക്കുമെന്ന് വരെ അവർ കരുതി. പക്ഷേ അവൻ അതിനെ അതിജീവിച്ചു. വെയിൽ നിറഞ്ഞ ദിവസങ്ങൾ വന്നപ്പോൾ അവൻ സുഖം പ്രാപിച്ചു. മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ അയാൾ ദിവസങ്ങളോളം അനങ്ങാതെ കിടന്നു. ഡിസംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ചിറകുകളിൽ വലിയ കട്ടിയുള്ള തൂവലുകൾ വളരാൻ തുടങ്ങി. അവ ഒരു ഇര പിടിക്കുന്ന പക്ഷിയുടെ തൂവലുകൾ പോലെ കാണപ്പെട്ടു. One morning, Elisenda was cutting some onion for lunch. A wind blew into the kitchen. Then she saw the angel trying to fly. It was as if he would knock down the shed as he could not get a grip on the air. But then he managed to gain altitude. ഒരു ദിവസം രാവിലെ എലിസണ്ട ഉച്ചഭക്ഷണത്തിനായി ഉള്ളി അരിയുകയായിരുന്നു. അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശി വന്നപ്പോൾ അവൾ ജനാലയ്ക്ക് അരികിൽ ചെന്ന് നോക്കിയപ്പോൾ അവൾ പറക്കാൻ ശ്രമിക്കുന്ന മാലാഖയെ കണ്ടു. വായുവിൽ പിടികിട്ടാതെ ഷെഡ് ഇടിച്ചു വീഴ്ത്തുമെന്ന് പോലെ അവൾക്ക് തോന്നി. പക്ഷെ പിന്നീട് അവന് എത്താനായിട്ട് കഴിഞ്ഞു. Elisenda let out a sigh of relief as he saw him flying away. He was managing to fly like an old vulture. She kept watching as she cut her onion. Then she could not see him. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. അവൻ പറന്നു പോകുന്നത് കണ്ട് എലിസണ്ട ആശ്വാസത്തോടെ നെടുവേർപ്പിട്ടു. ഒരു വൃദ്ധ കഴുകനെ പോലെ അയാൾ പറന്നുയരാൻ തുടങ്ങി. ഉള്ളി മുറിക്കുമ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി മാറിയില്ല. മറിച്ച് കടലിൻ്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദുവായി അവൻ മാറി.